എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതായത് ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന്. അതിനുശേഷം നമുക്ക് നോക്കാം എങ്കിൽ, അതായത് ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതായത് ആദ്യം നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന്. അതിനുശേഷം നമുക്ക് നോക്കാം അതിൻ്റെ പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ എന്താണെന്ന്. ഇനി അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ എന്താണ് എന്നും നമുക്ക് നോക്കാം. ഇതെല്ലാം തന്നെ നമ്മളിന്ന് നോക്കുന്നുണ്ട്. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത്, തീർച്ചയായിട്ടും ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അങ്ങനെ ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരികയാണ്, അതിലൂടെ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു പുതിയ തുടക്കമെന്ന് പറയുന്നത് വളരെയധികം സ്റ്റെബിലിറ്റി ഉള്ള ഒന്നായിരിക്കണമെന്ന് ആ പേഴ്സണ് ആഗ്രഹമുണ്ട്. അതായത് വെറുതെ ഒരു പുതിയ തുടക്കം ഉണ്ടായിട്ട് കാര്യമില്ല, വെറുതെ ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം ഉണ്ടായിട്ട് ഒരു കാര്യവും ഇല്ല. ആ ഒരു പുതിയ തുടക്കത്തിൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾക്ക് കൂടി താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിച്ചിട്ട് ഒരു പുതിയ തുടക്കം ഉണ്ടായാലും നിങ്ങൾക്കതിന് താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ, അതായത് ആ പേഴ്സൺ ആഗ്രഹിക്കുന്ന അത്രത്തോളം നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ ആഗ്രഹമില്ലെങ്കിൽ, പിന്നെ ആ ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ ആ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടായിട്ട് കാര്യമില്ല എന്ന് ആ പേഴ്സൺ അറിയാം. അതുകൊണ്ട് തന്നെ ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ആ പുതിയ തുടക്കത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് പെട്ടെന്ന് അല്ലെങ്കിൽ വളരെ വേഗത്തിൽ ആ പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹമില്ലെന്നല്ല, ആഗ്രഹമുണ്ട്. പക്ഷേ കുറച്ച് സമയമെടുത്താലും നല്ലൊരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ പേഴ്സൺ വേഗത്തിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് സ്റ്റെബിലിറ്റിക്കാണ്. അതായത് എത്ര പെട്ടെന്ന് പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്നതിലല്ല ആ പേഴ്സൺ പ്രാധാന്യം കൊടുക്കുന്നത്, ആ പുതിയ തുടക്കത്തിൽ എത്രത്തോളം സ്റ്റെബിലിറ്റി ഉണ്ട് എന്നതിനാണ് ആ പേഴ്സൺ പ്രാധാന്യം കൊടുക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതുപോലെ എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, ആ പേഴ്സൺ ഇപ്പോൾ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആ പേഴ്സൺ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്കിപ്പോൾ. ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ, അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഇനിയും നീണ്ടു പോകരുത് എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, പെട്ടെന്നൊരു പുതിയ തുടക്കം ഉണ്ടാകണമെന്നൊന്നും ആ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നാളിങ്ങനെ നീണ്ടു പോകരുത് എന്ന് ആ പേഴ്സൺ ആഗ്രഹമുണ്ട്. ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കണമെന്ന് അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആ പേഴ്സൺ അത്ര ഇഷ്ടപ്പെടുന്നില്ല. കാരണം ആ പേഴ്സൺ അത്ര സന്തോഷമല്ല ഉണ്ടാകുന്നത്. ഒരിക്കലും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ആ പേഴ്സൺ ഒരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല. കാരണം നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളെ കാണാനുമാണ് ആ പേഴ്സൺ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഇനിയും നീണ്ടു പോകരുത്, ഒരുപാട് നാൾ നീണ്ടു പോകരുത് എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒത്തിരി നാളായിട്ടുണ്ടാകാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ട്. അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണമെന്ന് ആഗ്രഹിക്കുന്നത്, നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത്
ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ആദ്യത്തെ കാരണം അതാണ് എന്ന് പറയാം. രണ്ടാമത്തെ കാരണമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ വിശ്വസിക്കുന്നത് ആ പേഴ്സൺ തന്നെയാണ് നിങ്ങളെ ആ പേഴ്സൻ്റെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്തത് എന്നാണ്. അതായത് ആ പേഴ്സൺ ആഗ്രഹിച്ചിട്ട് തന്നെയാണ് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിച്ചതും അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിച്ചതും അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ പരിചയപ്പെട്ടതും എല്ലാം തന്നെ ആ പേഴ്സൺ ആഗ്രഹിച്ചിട്ട് കൂടിയാണ്. ആ പേഴ്സൺ തന്നെയാണ് അറിഞ്ഞോ അറിയാതെയോ ആ പേഴ്സൻ്റെ ലൈഫിലേക്ക് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ മറക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ മറക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നതിൻ്റെ മൂന്നാമത്തെ കാരണമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ മേ ബി ആ പേഴ്സൻ്റെ കരിയറിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നിരിക്കില്ല നിങ്ങൾ കോണ്ടാക്റ്റിലുണ്ടായിരുന്ന സമയത്ത്. അതുകൊണ്ടായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത്. എന്നാൽ ഇപ്പോൾ ആ പേഴ്സൻ്റെ കരിയറിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ആ പേഴ്സൺ ആഗ്രഹിച്ച ഒരു സ്റ്റെബിലിറ്റി അത് ആ പേഴ്സൻ്റെ കരിയറിൽ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി ആ പേഴ്സൻ്റെ കരിയറിൽ ആ പേഴ്സൺ ആഗ്രഹിച്ച ഒരു സ്റ്റെബിലിറ്റി പൂർണ്ണമായിട്ടും ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ പേഴ്സൺ ആഗ്രഹിച്ച അത്രത്തോളം സ്റ്റെബിലിറ്റി ഒന്നും ആ പേഴ്സൻ്റെ കരിയറിൽ ഇതുവരെ ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ആ പേഴ്സണ് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നതിൻ്റെ നാലാമത്തെ കാരണമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയത്ത് നിങ്ങൾക്ക് ആ പേഴ്സണോട് ഒരുപാട് സംസാരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടാവുകയോ ആ പേഴ്സൺ നിങ്ങളോട് പിണങ്ങുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിക്കുന്നതിന് മുൻപ് അത് കാരണം ആ പേഴ്സൺ നിങ്ങൾക്ക് സംസാരിക്കാൻ മേ ബി ഒരു അവസരം തന്നിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കാൻ ആ പേഴ്സൺ അപ്പോൾ തയ്യാറായിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഇനി ആ പേഴ്സൺ അതിന് തയ്യാറായിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു, നിങ്ങൾ എന്താണ് ആ പേഴ്സണോട് പറയാൻ ആഗ്രഹിച്ചിരുന്നത് എന്ന് കേൾക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ആ പേഴ്സണ് അറിയണം എന്ന ആഗ്രഹമുണ്ട്. ആ ഒരു സമയത്ത് അപ്പോഴത്തെ ദേഷ്യത്തിന് ആ പേഴ്സൺ നിങ്ങൾക്ക് അവസരം തന്നില്ലെങ്കിൽ കൂടി, സംസാരിക്കാൻ ഒരു അവസരം തന്നില്ലെങ്കിൽ കൂടി, ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാൻ ആഗ്രഹം ഉണ്ടായിരുന്നത് എന്ന് അറിയാൻ ആ പേഴ്സൺ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ഇപ്പോൾ നിങ്ങൾ അതിനൊരു അവസരം കൊടുക്കുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല. ആ പേഴ്സൺ നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരം തരാൻ ആഗ്രഹിച്ചാലും നിങ്ങൾക്കതിന് താല്പര്യമുണ്ടോ എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല. എങ്കിലും നിങ്ങൾക്ക് എന്താണ് പറയേണ്ടത് എന്ന് കേൾക്കാൻ ആ പേഴ്സൺ ആഗ്രഹമുള്ളത് കൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ അതും ഒരു കാരണമാണ് എന്ന് പറയാം. അതായത് ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നതിൻ്റെ നാലാമത്തെ കാരണം അതാണ്. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.